കണ്ണിന് കേടില്ലാതെ, കാതിന് കേടില്ലാതെ, നാവിന് കേടില്ലാതെ, കയ്യിന് കേടില്ലാതെ, കാലിന് കേടില്ലാതെ, മനസ്സിന് കേടില്ലാതെ, ബുദ്ധിക്ക് കേടില്ലാതെ ഒരു മനുഷ്യനായി നിങ്ങൾ പിറന്നിട്ട് ഞാൻ എന്തിനാണ് ജനിച്ചതെന്നറിയാതെ, എന്താണ് എൻ്റെ ധർമ്മമെന്ന് തിരിച്ചറിയാതെ, ഞാൻ എന്താണ് കൊണ്ടുപോകാൻ സാധിക്കുക എനിക്കെന്നറിയാതെ മരിച്ചു പോയാൽ വ്യർത്ഥമാണ് ജന്മം. നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന വേറെ ഒന്നും നിങ്ങൾക്ക് സഹായത്തിനുണ്ടാവില്ല. അതുകൊണ്ട് ഈ ധർമ്മത്തെ പഠിക്കണം, അത് പഠിക്കണം, പകർന്നു കൊടുക്കണം. അതിനു വേണ്ടി കൂടി നിങ്ങൾ അധ്വാനിക്കണം, അതിനു വേണ്ടി കൂടി നിങ്ങൾ സമ്പാദിക്കണം, അതിനു വേണ്ടി കൂടി നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് സമയത്തെ മാറ്റിവെക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നിങ്ങൾ മനുഷ്യരാവുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറും കവി മാത്രമാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടി വേറൊന്നിലേക്ക് ചാടി വേറൊന്നിലേക്ക് ചാടി പോകുന്ന വെറും ഒരു കുരങ്ങനായിട്ട് നമ്മുടെ ഈ അപൂർവമായ അതിവിശിഷ്ടമായ മനുഷ്യജന്മം നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? അതിന് സ്വരുക്കൂട്ടണം. നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഇത് മാറ്റിവെക്കണം. ഒരു ക്ഷേത്രം ഉള്ളത് കൊണ്ട് നമുക്ക് നടത്താൻ പറ്റിയ ഈ ക്ഷേത്രം നമ്മൾ പണിതിട്ടില്ല. ഈ ക്ഷേത്രം നമ്മൾ ഉപയോഗിക്കുക ചെയ്യണം. ആ ക്ഷേത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി വെച്ചവരോട് നമുക്ക് കടപ്പാടുണ്ട്, അത് നിലനിർത്തി കൊണ്ടുപോകുന്നവരോട് കടപ്പാടുണ്ട്, അത് നാളെ ഉപയോഗിക്കേണ്ടവർക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കേണ്ടതുണ്ട്. ഇനി പേഴ്സണലായിട്ട് പറയേണ്ടതാണ്, മൈക്കേ കൂടെ പറയേണ്ടതല്ല. കാരണം എനിക്ക് പെരുമ്പാടിക്ക് പോകേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ അവർക്കൊക്കെ അറിയണതാ, അത്ര വിവരമുള്ള ആളൊന്നും അല്ല കേട്ടോ. അങ്ങനെ ആയിട്ടല്ല അത് പറയണത്. 10ാം ക്ലാസ്സിൽ 114 മാർക്ക് വാങ്ങി അന്തസ്സായി തോറ്റ ആളാണ്. മനസ്സിലായില്ലേ എൻ്റെ അക്കാഡമിക് നിലവാരം? ഒരു കൊല്ലം മുഴുവൻ മെനക്കെട്ട് പഠിച്ചിട്ട് മറ്റവൻ്റെ അടുത്ത് കോപ്പി അടിച്ചിട്ടായി കഴുത്ത് തിരിയും കൂടി നീണ്ട് ഇങ്ങനെ നോക്കി എഴുതിയിട്ട്, എന്നിട്ടാണ് 221 മാർക്ക് വാങ്ങിയിട്ട് 10ാം ക്ലാസ് പാസ്സായത്. പക്ഷേ ഞാൻ സദ്ഗമയ സത്സംഗ സമിതിയുടെ ആചാര്യനാണ്. എന്തുകൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റിട്ട് പോലും ഒരു ആചാര്യനായതെന്നറിയോ? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ ഗുരുവായ അച്ഛൻ കൂടെ ഇരുത്തിക്കൊണ്ട് എന്നെ ആദ്യം പഠിപ്പിച്ചത് രാമായണമായിരുന്നു. ഭാഗവതവും രാമായണവും ഹരിനാമകീർത്തനും ഒക്കെ കൂടെ ഇരുന്നിട്ട് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രായത്തിലാണെങ്കിലും ഒരു ഗുരുവായിട്ട് അറിയപ്പെടുന്നത്. ഒരു പേരെനിക്ക് അങ്ങനെ തത്വരസികൻ എന്ന് പറഞ്ഞിട്ട് കിട്ടിയത്. എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന്, പ്രഥമമായി എന്താണ് മക്കളെ പഠിപ്പിക്കേണ്ടതെന്ന് എൻ്റെ അച്ഛൻ അറിയുന്നത് കൊണ്ടാണ്. ധർമ്മമില്ലാതെ ഒന്നും നിലനിൽക്കില്ലെന്ന് എൻ്റെ അച്ഛൻ അറിയായിരുന്നു. അതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നു. അത് നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ മക്കളിലേക്ക് പകർന്നു നൽകുകയും വേണം. അതാണ് നന്ദി പറയാട്ടോ. നന്ദി ഇല്ലാണ്ട് ശിവല്ല എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നന്ദീനെ മുറിഞ്ഞിട്ട് ശിവനെ തൊഴുതിട്ട് കാര്യമില്ല. എല്ലാ കാര്യത്തിലും നന്ദി വേണം. ഞാൻ ആരോടൊക്കെയാണ് നന്ദി പറയുക? ഒന്നിനും പറ്റാത്ത എന്നെ പോലുള്ള ഒരാളെ ഒരു ആചാര്യസ്ഥാനം നൽകിയിട്ട് ഇങ്ങനൊരു വേദിയിലിരുത്തുന്ന ആ കനിവുണ്ടല്ലോ, ആ കരുണ, ആ ഭഗവാന്റെ കൃപ, എൻ്റെ ഗുരുവായൂരപ്പൻ്റെ, ഭഗവതിയുടെ, പരമശിവന്റെ കൃപ, ആ ഈശ്വരന്മാരോടാണ് എൻ്റെ ആദ്യത്തെ നന്ദി. ഒന്നിനും പറ്റാത്ത ഒരു ഓടക്കുഴലിനെ പുല്ലാങ്കുഴലാക്കുന്ന ആ മാന്ത്രിക വിദ്യ, ഒന്നുമില്ലാത്ത കാലത്തും നന്മയെ മാത്രം പറഞ്ഞു തന്നുകൊണ്ട് ധർമ്മത്തെ ഉപദേശിച്ചുകൊണ്ട് കൈപിടിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടാണ് നമുക്ക് രണ്ടാമത്തെ നന്ദി. ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്നെ പോലുള്ള ആളുടെ ചോദ്യം എങ്ങനത്തെ ആവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. തനി കുലിഷ്ട് ചോദ്യം ഉണ്ടാവുക, വക്രബുദ്ധി എന്നാ പറയുന്നത് ചെയ്യുക. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാലും ഒരു മുഷിച്ചിലും കൂടാതെ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരുന്ന ഒരുപാട് ഗുരുക്കന്മാരിരിക്കുന്നു. ആ ഗുരുക്കന്മാരോടാണ് നന്ദി. ഇനിയിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇത് ഞാനിപ്പോൾ പട്ടാമ്പി സെൻറ്ററിൽ പോയി എന്നിട്ടാ പറഞ്ഞു വെച്ചാൽ നാളെ നിന്നെ കാണണമെങ്കിൽ അവിടേക്ക് വരണം, ഓളമ്പാറയ്ക്ക് വരില്ല, ആ ചക്കന് ഭ്രാന്തായിട്ട് രാമായണം വായിച്ചിട്ടെന്നാ പറയാം. അല്ലേ? ഇങ്ങനെ വേദി ഒരുക്കി തരുന്നവരോടാണ്. ഇങ്ങനെ ഒരു വേദിയുള്ള കാരണമല്ലേ എനിക്ക് നിങ്ങളോട് ഇത് പങ്കുവയ്ക്കാൻ പറ്റിയത്. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരോടാണ് നന്ദി. ഇനിയിപ്പോൾ ഒരു ഒരുക്കി വിചാരിക്കുക, ഇവിടെ ആകെ 2 ആളെന്ന് വെച്ചാൽ അടുത്ത തവണ പോലെ പ്രഭാഷണം ചോദിക്കും ഞാൻ. നിങ്ങളുടെ ആയസിൻ്റെ വില പിടിച്ച സമയത്തെ ഇത് കേൾക്കാൻ വേണ്ടി ഇവിടെ ചെലവഴിച്ച നിങ്ങളോട് കൂടിയാണ് നന്ദി. എത്ര പറഞ്ഞാലും തീരാത്ത നന്ദി. അതുകൊണ്ട് ഇനിയൊരവസരത്തിൽ വീണ്ടും കാണാമെന്നും അറിയാവുന്ന കാര്യങ്ങളെ പങ്കുവയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അല്ലേ? ദക്ഷിണയില്ലാതെ ഒരു ചടങ്ങ് പൂർത്തിയാവില്ല നമ്മുടെ ധർമ്മത്തിൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ദക്ഷിണ കരുതണം കേട്ടോ. എനിക്ക് തരണം എന്നല്ല ഉദ്ദേശം. ഇപ്പോൾ ഇവർക്ക് ഇത് നടത്തണമെങ്കിൽ ചിലവുണ്ട്. നിങ്ങൾ നൽകിയാലേ അത് ഇവർക്ക് ഇനിയും നടത്താൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രഭാഷണം ഇനിയും വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പങ്ക് ഇത്രയും പേര് ഇപ്പോൾ ഒരു 100 രൂപ കൊടുത്തു വിചാരിക്കുക,
ഇതല്ല ഇതിനെ കേമന്മാരായിട്ടുള്ള എന്നെ പോലെ ആൾക്കാരൊന്നല്ല, കേമന്മാരായിട്ടുള്ള ആൾക്കാരെ കൊടുത്തിട്ട് പ്രഭാഷണം നടത്താൻ പറ്റും. അവർക്ക് ധൈര്യം ഉണ്ടാവും. ഇപ്പൊ ഇതിലിപ്പോ ഒരു 1000 രൂപ നഷ്ടം വന്ന് വിചാരിക്കുക, മറ്റാൾ പോക്കറ്റുമ്പോൾ തട്ടും, ഈ പരിപാടി നഷ്ടത്തിലായി. അങ്ങനെ വരരുത്. അപ്പൊ ആ ദക്ഷിണ നിങ്ങൾ ഇവർക്ക് സമർപ്പിക്കും, അവരതിൽ നിന്നൊരു പങ്ക് നമുക്ക് സമർപ്പിക്കും. അങ്ങനെയാണ് ഈ ധർമ്മ പ്രചരണം നടക്കുക. അപ്പൊ ദക്ഷിണ, ഇനിയിപ്പോ നിങ്ങളൊരു വഴിപാട് ഇവിടെ കഴിക്കുക, ഒരു ധാര കഴിക്കുന്നുണ്ട് വിചാരിക്കും, നിങ്ങളല്ലല്ലോ ആ ജലം ഭഗവാന്റെ നെറുകയിൽ ഒഴിക്കുന്നത്, അതിനൊരാളുണ്ടാവും. ആ ആൾക്ക് ഒരു ദക്ഷിണ കൊടുത്താലേ ആ ചടങ്ങ് നിങ്ങളുടെ ആവുള്ളൂ. നിങ്ങളൊരു പുഷ്പാഞ്ജലി കഴിക്കുന്നുണ്ട് വിചാരിക്കുക, അതിനൊരു ദക്ഷിണ. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നുണ്ട് വിചാരിക്കുക, ഭാര്യ അമ്മയല്ലാത്ത ആര് നിങ്ങൾക്ക് വിളമ്പി തരുന്നുണ്ടെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കണം. ഒരു നല്ല വാക്കും ദക്ഷിണയാണ് കേട്ടോ, ഒരു നല്ല വാക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദക്ഷിണ സ്വീകരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എനിക്കുണ്ടാകും.